കുറേ കാലത്തിന് ശേഷം നമ്മളിതാ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ജോളിവുഡ് അല്ല കേട്ടോ, ജോളിവുഡിലേക്ക് പോവുകയാണ്. അത് ബാംഗ്ലൂരിൽ നമ്മളെ ഹൈദരാബാദിലുള്ള ഫിലിം സിറ്റി ഒക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ കുറേ നാളായില്ലേ ഒരു വീഡിയോ എടുത്തിട്ടെന്ന് വെച്ചപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഏട്ടൻ്റെ ഫ്രണ്ടും അവരെ വൈഫും ഉണ്ട് വരുന്നത്. അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആൾക്കാർ. ഹരികൃഷ്ണ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ ജോളിവുഡ് സ്റ്റുഡിയോസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതാ ഇവിടെ ഒരു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ബിഡാഡി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ കാണും. വണ്ടർലയുടെ ഒക്കെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. ഇതിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗ് കെട്ടണം കേട്ടോ. അത് ആ കുട്ടി കെട്ടിത്തരുന്ന അതേപോലത്തെ ഒരു സംഭവം കയ്യിലിങ്ങനെ കെട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള ഇതിന് വേണ്ടിയിട്ട് പെയ്ഡല്ലേ, പൈസ അടിച്ചിട്ടില്ലേ നമ്മൾ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കെട്ടുന്നതാണ്. ഒരാൾക്ക് 1500 രൂപയാണ് കേട്ടോ ഇവിടെ. നമ്മൾ വരുന്നതിന് മുൻപേ ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കിവിടെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂണിലെ, അതായത് കാർട്ടൂൺ ഓരോ കഥാപാത്രങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൈ കൊടുക്കാനൊക്കെ ആയിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടും ഇതാ കരടി ഉണ്ട്, അതുപോലെ ജിറാഫ്, പിന്നെ അതുപോലെ മിക്കി മൗസ്, അങ്ങനെ ഓരോ കാർട്ടൂൺ ഐറ്റംസ് ആണ് ഇവിടെ മുന്നിലുള്ളത്. ഇതിൻ്റെ ഉൾഭാഗത്ത് വന്നപ്പോൾ ഇതാ ഇതുപോലെയുള്ള ഒരുപാട് പിക്ചേഴ്സൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ലുണ്ട് ഇവിടെ മുന്നിൽ കുറേ കാർട്ടൂണും അതുപോലെ തന്നെ ഓരോരോ ആൾക്കാരുടെ പിക്ചറും ഒക്കെ ആയിട്ട്.
ഭാഗത്ത് കയറിയപ്പോൾ ഇവിടെ കുറച്ച് കളിക്കുന്ന ഇതുണ്ട്. അപ്പോൾ കളിക്കുന്നതെന്ന് പറയുമ്പോൾ പെയ്ഡാണ്, പൈസ കൊടുക്കണം. നമ്മൾ ചിലതിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് കളിക്കേണ്ടതാണ് ഉള്ളത്. കുട്ടികൾക്ക് ഓരോന്ന് കളിക്കേണ്ടതൊക്കെ ബോൾ എറിയുക അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഓരോന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അതായത് നമ്മൾ ഇത്ര എമൗണ്ട് ഇവിടെ അടച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനുള്ള കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ്. പക്ഷേ ഓരോന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോന്ന് നമുക്ക് എമൗണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങളിതാ മിഠായി പീടിയിൽ വന്നിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഭാഗത്തുള്ളത്. ഫുള്ള് ഇതിനുൾഭാഗത്ത് മൊത്തം ഗെയിംസാണ്. കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിനുള്ളിൽ. പുറത്തന്നെ നോക്കി നല്ല രസമില്ലേ കാണാൻ, മിഠായി എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരു മ്യൂസിയത്തിനുള്ളിലാണ് കയറുന്നത് കേട്ടോ. അതായത് ഈ പഴയ ആൾക്കാരുടെ വേഷങ്ങളും അവരുപയോഗിച്ച പാത്രങ്ങൾ, അതുപോലെ അങ്ങനെ പല ആയുധങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. പിന്നെ അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഹാൾ ഏരിയ ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം വരുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ബിൽഡിംഗ് ആയിട്ട് നടുക്ക് നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് അവിടുന്ന് നേരെ പിന്നെ വരുന്നത് ഈ ഒരു മൊത്തം ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. നമ്മൾ വിദേശത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും കാണുമ്പം നല്ലൊരു ഭംഗിയിലായിട്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു പുൽക്കൂടും ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തു ഒക്കെ ആയിട്ട് നല്ല കുഞ്ഞു പുൽക്കൂടും ഉണ്ട്, കാരണം ക്രിസ്മസ് ആണല്ലോ. പിന്നെ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കളിക്കാനുള്ള. അപ്പോൾ റിച്ചു ഇവിടുന്ന് കളിക്കുകയാണ്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഓരോന്ന് മാത്രമേ സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ ഫ്രീ ആണ്. സെക്ഷനിൽ എത്തി കേട്ടോ. ഉച്ചയായി, അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇതിവിടെ നല്ല കസേരയൊക്കെ ഇട്ടിട്ട് നല്ല ആംബിയൻസ് ആണ്. അങ്ങനെ ഫുഡ്
ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് മിററാണ്. മിററിൻ്റെ മായാജാലം എന്ന് പറയാം. അതായത് നല്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാം എല്ലാ ഭാഗത്ത് നോക്കിയാലും കണ്ണാടിയാണ്. ഇതല്ലേ വഴി? ഇതാ വഴി. ഇതാ അല്ല, വഴിയുണ്ട്. ഇതാ ഏട്ടാ, ഒരു ഇതെടുക്കുവോ ഇവിടുന്ന്? എല്ലാരും നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുവോ? ഇത് മനസ്സിലാവുന്നില്ല അല്ലെ? ഏതാ വഴി ഏതാ ഗ്ലാസ് എന്ന് മനസ്സിലാവുന്നില്ല. റിച്ചു കൊടുത്തു കേട്ടാ, തൊട്ട് റിച്ചു ഇങ്ങനെ ആ ഗ്ലാസ് കുത്തിപ്പോ. No, there is no way. Come there only. ഇല്ല, അങ്ങോട്ടാ. ടൈറ്റാനിക് എക്സ്പീരിയൻസ്. അതാ അവിടെയും പക്ഷെ ക്യൂവാ. ഇത് ദിനോസർ പാർക്കാണ് കേട്ടോ. ഇപ്പോ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. എന്താ ടൈറ്റാനിക് എക്സ്പീരിയൻസും അതുപോലെ ദിനോസർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുള്ള. അല്ല, മുന്നിലാണ് മുന്നിൽ.
ദിനോസറിന്റെ ഇതെന്താ? ഹായ് പറ. ಹೇಳಿ ಹಾಯ್ ಹೇಳಿ. ಟಚ್ ಮಾಡ್ಬೋದಂತ ಕೇಳಿ. ಟಚ್ ಮಾಡೋದು എന്താ പറയണ്ടേ? ഓ ടച്ച് ചെയ്യട്ടോ. വാണ്ട് ടു ടച്ച്? നോ ടച്ചാ. സേ ഹലോ. ഹായ് പറ. ഓക്കേ ഗോ ബാക്ക് ഗോ ബാക്ക്. ഇതെന്താ പോന്നില്ല? ഹായ്. ഇത് ദിനോസറിന്റെ സ്കെലറ്റാണല്ലേ? വെച്ചു കണ്ട ദിനോസറിനെ കണ്ട? അതിന്റെ മേരെന്താ? ഇപ്പം ഡൈനോസറിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇവിടെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിനോസർ പാർക്കിൽ നിന്ന് നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ പിന്നെ കളിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇവിടെ. ഇതാ ആകാശത്തൊട്ടിൽ പോലത്തെ വേറൊരു മോഡലിലുള്ളതുണ്ട്. പിന്നെ അതുപോലെ ഇതാ കുട്ടികൾക്ക് വട്ടത്തിൽ കുതിരയിൽ കളിക്കാൻ, അങ്ങനെ പിന്നെ കാറ് റൈസ് ചെയ്യുന്ന കാറിൻ്റെ കളിക്കുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ചേസിങ്ങിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഇതാ ഓടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ ഉണ്ട് ആക്ടിവിറ്റീസ്. എല്ലാത്തിലും നമുക്ക് കയറാൻ ഫ്രീ ആണ്. എത്ര വേണമെങ്കിലും കയറുകയും ചെയ്യാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത.
ഭാഗത്തുള്ളതാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെയാണ്. അതായത് നമുക്ക് വെള്ളത്തിൽ കളിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഈ ഭാഗത്താണ് ഉള്ളത്. അതായത് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം. അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് നമ്മൾ വണ്ടർലയിലെല്ലാം കാണുന്നത് പോലത്തെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഈ ഒരു സെക്ഷനിലും നമുക്ക് വാട്ടറിൽ കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം റിച്ചുവിനാണെങ്കിലും മറ്റേ കുട്ടിയാണെങ്കിലും കുട്ടികളായതുകൊണ്ട് പനി പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കാണുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് 6:30 വരെയാണ് ഇവിടെ ഗെയിമൊക്കെ കളിക്കാനുള്ള ടൈം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പം 6:30 അപ്പോൾ ഇനി ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പം നോക്കിയേ,